അപ്പോൾ ബിഗ് ബോസ് ഏകദേശം തീരാറായി. പക്ഷേ കുറച്ച് പേര് ഇപ്പോഴും ബിഗ് ബോസിലുണ്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടോപ്പ് 5 കണ്ടസ്റ്റൻസിനെയാണ്. ഇതെൻ്റെ പ്രഡിക്ഷനാണ്. യൂട്യൂബ് പോൾസും ഇൻസ്റ്റാഗ്രാം സപ്പോർട്ടും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. ടോപ്പ് 5-ൽ ഉറപ്പായ 2 പേരുണ്ട്. ആദ്യം തന്നെ അവരുടെ പേര് പറഞ്ഞേക്കാം. ഞാൻ ഈ പറയുന്ന പേര് തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങളും വിചാരിക്കുന്നത്. ആദ്യത്തെ ആൾ ജിൻഡോ തന്നെയാണ്. തുടക്കം ജിൻഡോയുടെ കയ്യിൽ നിന്ന് കുറേ പോയിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഒരു 1.5 തിരിച്ചുവരവാണ് പുള്ളി നടത്തിയത്. സത്യം പറഞ്ഞാൽ റോക്കി പോയതും സിജോ കുറച്ച് നാൾ മാറി നിന്നതും ജിൻഡോയ്ക്കാണ് ഗുണം ചെയ്തത്. പുള്ളി ആളുകളെ എൻ്റർടൈൻ ചെയ്ത് അങ്ങനെ ഒക്കെ പോവുകയാണ്. രണ്ടാമത്തെ ആൾ എന്തായാലും ജാസ്മിൻ തന്നെയാണ്. നല്ല നെഗറ്റീവുള്ള കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോൾ ഇട്ടാലും ജിൻഡോ കഴിഞ്ഞാൽ ജാസ്മിനാണ് പിന്നെ സപ്പോർട്ട്. മേ ബി ഗബ്രിയുടെയും റസ്മിൻ്റെയും ഒക്കെ സപ്പോർട്ടേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു സപ്പോർട്ട് പോളിലൊക്കെ കാണുന്നത്. ബിഗ് ബോസ് സീസൺ 6-ൽ കുറച്ച് പ്രിവിലേജ് കിട്ടുന്ന കണ്ടസ്റ്റൻ്റ് ജാസ്മിൻ ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ജാസ്മിന് കപ്പ് കൊടുക്കാനുള്ള ശ്രമം വല്ലതും ആണോ ഇനി? സിബിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ജാസ്മിനെ എടുത്ത് പഞ്ഞിക്കിടുമ്പോഴാണ് ജിൻഡോക്കൊക്കെ ഒരു സപ്പോർട്ട് കൂടുന്നത്. അത്രയും ഒരു നെഗറ്റീവുള്ള കണ്ടസ്റ്റൻ്റ് ആണ് ജാസ്മിൻ. എന്നാലും ടോപ്പ് 5-ൽ കയറും. ഇനിയുള്ള 3 പേരുടെ കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. പക്ഷേ കുറച്ചൊക്കെ ഡൗട്ടുണ്ട്. എന്നാലും പറഞ്ഞേക്കാം. മൂന്നാമത്തെ ആൾ സിജോ ആണ്. ശരിക്കും പറഞ്ഞാൽ കിടിലനൊരു കണ്ടസ്റ്റൻ്റ് ആണ്. പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ഒരാൾ. ആരെയും പേടിക്കാതെ അവരുടെ മുന്നിൽ നിന്ന് തന്നെ പറയാൻ ധൈര്യം കാണിക്കുന്ന ആൾ. പക്ഷേ ജിൻഡോയുടെയും ജാസ്മിൻ്റെ അത്രയും ഒരു പിന്തുണ ഇല്ലാതായിപ്പോയി. സീസൺ 6-ന്റെ തുടക്കം നമുക്കൊന്ന് നോക്കാം. റോക്കി സിജോയ്ക്കായിരുന്നു ആരാധകർ കൂടുതൽ. അപ്പോൾ ജിൻഡോയ്ക്കൊന്നും സപ്പോർട്ടേ ഇല്ല. സിജോയെ തല്ലിയ വിഷയത്തിൽ റോക്കി പുറത്തായി. പക്ഷേ സിജോ അവിടെ തന്നെ നിന്നിരുന്നേൽ പുള്ളിക്ക് നല്ല സപ്പോർട്ടായേനെ. നല്ലൊരു ഫാൻ ബേസും വന്നേനെ. എത്ര വീക്കാണ് പുള്ളി പുറത്തിരുന്നത്. ആ ഒരു ടൈം കൊണ്ട് ജിൻഡോ അങ്ങ് കയറിപ്പോയി. തിരിച്ചു വരുമ്പോൾ സിജോക്കുള്ള ഇരട്ടി ഫാൻസാണ് ജിൻഡോയ്ക്ക്. പിന്നെ തിരിച്ചു വന്നിട്ട് അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ടോപ്പ് 5-ൽ കാണും. നാലാമത്തെ ആൾ അഭിഷേകാണ്. പുള്ളി വന്ന ദിവസം തന്നെ കുറേ പിന്തുണ കിട്ടി. പക്ഷെ ആ യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞ് നല്ല രീതിയിൽ ഒതുങ്ങിപ്പോയി. നെഗറ്റീവ് ആകുമെന്ന് പേടിച്ചിട്ട് തന്നെയാണ്. പക്ഷെ പിന്നീട് ചെറിയൊരു കമ്പാക്കൊക്കെ ഉണ്ടായി. പക്ഷെ വലിയ രീതിയിലൊന്നുമല്ല. എന്നാലും ടോപ്പ് 5-ലൊക്കെ കാണും. അഞ്ചാമത്തെ ആൾ അർജുനാണ്. കഴിഞ്ഞ വർഷം റിനോഷിന് കിട്ടിയ അതേ സപ്പോർട്ട് തന്നെയാണ് അർജുനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പുള്ളി വലിയ ഗെയിമറൊന്നുമല്ല. പക്ഷേ പോൾസിലൊക്കെ അഭിഷേക് സിജോയേക്കാൾ സപ്പോർട്ടുണ്ട് അർജുന്. അർജുൻ ശ്രീതു കോംബോ വരെ നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ടായിരുന്നു. അർജുനും ടോപ്പ് 5-ൽ കാണുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ടോപ്പ് 5 പ്രഡിക്ഷൻ. നിങ്ങൾക്ക് ആരെയൊക്കെയാണ് തോന്നുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.